ലോകം ഞെട്ടുമോ നാളെ? നാളെ പുലർച്ചെ 4:18 എന്ത് സംഭവിക്കും? ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉറങ്ങാൻ പോലും ആളുകൾക്ക് പേടിയാണ്. എന്താണ് നാളെ? ദ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. എന്താണ് ഈ ആധിക്യ ആധാരം? റിയോ തത്സുഗിയുടെ പ്രവചനങ്ങളാണ്. ജാപ്പനീസ് ബാബ വാങ്ക എന്നാണ് റിയോയെ ആളുകൾ വിളിക്കുന്നത്. റിയോയുടെ ദുരന്ത പ്രവചനമാണിപ്പോൾ ലോകം അത്യന്തം ഭീതിയോടെ കാണുന്നത്. ആദ്യം നമുക്ക് ഈ പ്രവചനങ്ങൾ എന്താണ് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ലോകം ഇത്രയും ഭയപ്പെടുന്നതെന്ന് നോക്കാം. നോക്കൂ, 1999 പുറത്തിറക്കിയ വാങ്കയുടെ ഒരു പ്രവചന പുസ്തകമുണ്ട്, ഫ്യൂച്ചർ ഐ സോ. ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പുസ്തകത്തിലൂടെയാണ് റിയോ തന്റെ പ്രവചനങ്ങൾ നടത്തുന്നത്. എന്ത് നാളെ സംഭവിക്കും, എന്ത് വലിയ ദുരന്തം നാളെ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. റിയോയുടെ പ്രവചനം എന്താണ് എന്നുള്ളത്, അതായത് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ കടലിനിടയിൽ വലിയ വിള്ളലുണ്ടാകും, കടൽ തിളച്ചു മറിയും. ചിലർ ഇത് സുനാമി എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്, ചിലരാണെങ്കിൽ സമുദ്രത്തിനടിയിൽ നിന്ന് ലാവ പുറത്തേക്ക് വരുന്നതാണെന്ന് വ്യാഖ്യാനിക്കുന്നു, ചിലർ ഭൂചലനമെന്നും. അപ്പോൾ വലിയ ആശങ്കയുണ്ട്. സുനാമിയാണോ ഭൂകമ്പമാണോ എന്ന ആശങ്കയിലാണ് ലോകം മുഴുവൻ ഉള്ളത്. ഇതൊക്കെ കേട്ട് സ്വാഭാവികമായും മനുഷ്യരാണ്, അവർക്ക് വലിയ പേടിയുണ്ട്. അപ്പോൾ ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്രകൾ കൂട്ടത്തോടെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് അന്ധവിശ്വാസമല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്തിനാണ് ആളുകൾ ഇത്രയും പേടിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലേക്ക് വരില്ലേ? പേടിക്കാനും കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് കൂടി നോക്കാം നമുക്ക്. അതായത് ഈ പ്രവചനം നാളെ സംഭവിക്കും എന്നുള്ളതാണ്. അതിനു മുൻപ് കഴിഞ്ഞ മാസം മുതൽ തെക്കൻ ജപ്പാനിലെ ടോക്കരയിൽ ഭൂകമ്പങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ. ടോക്കരയിൽ 2 ആഴ്ചക്കിടെ മാത്രം ഉണ്ടായത് 1000 ഭൂകമ്പങ്ങളാണ്. ജൂൺ 23 മാത്രം നോക്കൂ, ജൂൺ 23 മാത്രം ജപ്പാനിൽ ഭൂമി കുലുങ്ങിയത് 183 തവണയാണ്. ടോകര ദ്വീപാണ് ഈ പ്രഭവ കേന്ദ്രം. ടോക്കിയോയിൽ നിന്ന് 1200 കിലോമീറ്റർ ദൂരമാണ് ഈ ടോകര ദ്വീപിലേക്കുള്ളത്. ഇതുവരെ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലിയ ആശ്വാസമാണ്. സ്വാഭാവികമായും 1000 ഭൂകമ്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് വലിയ ആശങ്കയുണ്ടാകും. പക്ഷെ വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഭൂകമ്പങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് എന്ന് അവസാനിക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് ജപ്പാനിലെ കാലാവസ്ഥ ഏജൻസി പോലും പറയുന്നത്. ചില കണക്കുകൾ പോലും നമുക്ക് നോക്കാം. അതായത് ജൂൺ 23 183 ഭൂചലനം, ജൂൺ 29 98 തവണയാണ് ഭൂചലനം ഉണ്ടായത്, ജൂൺ 30 62 തവണ ഭൂകമ്പമുണ്ടായി. ജനങ്ങൾ പറയുന്നത് എപ്പോഴും ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലാണെന്നാണ്, ഉറങ്ങാൻ പോലും ഭയമാണെന്നാണ് ജപ്പാനിലെ ആളുകൾ പറയുന്നത്. അപ്പോൾ ഇത്രയധികം ആശങ്കപ്പെടുമ്പോൾ ഈ പ്രവചനം നടത്തുന്ന ആൾ ആരാണ് എന്നറിയാനും സ്വാഭാവികമായും നമുക്കെല്ലാവർക്കും ഒരു കൗതുകമുണ്ടാകും. അപ്പോൾ ആരാണ് റിയോ തത്സുഗി എന്നുകൂടി നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. എന്തുകൊണ്ടാണ് ആളുകൾ റിയോ തത്സുഗിയെ ഇത്ര പേടിക്കുന്നത്? റിയോ തത്സുഗിയുടെ വാക്കുകൾക്ക് ഇത്രയും വില നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. നോക്കൂ, പ്രവചനങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിലാണുള്ളത്. പ്രവചനങ്ങളെല്ലാം പുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളത്. അത് 1999 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകം. ഈ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിന്റെ കവർ പേജിൽ തന്നെ 2011 മാർച്ചിലുണ്ടായ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടായ സുനാമിയും ഒക്കെ പ്രവചിച്ചിട്ടുണ്ട്. അതായത് തത്സുഗി പറയുന്ന കാര്യം, താൻ എന്താണോ പ്രവചിച്ചത്, ഏത് വർഷം നടക്കുമെന്നാണോ പ്രവചിച്ചത്, അതേ സമയത്താണ് സുനാമി ഉണ്ടായതെന്നാണ് തത്സുഗി പറയുന്ന കാര്യം. ജാപ്പനീസ് ബാബ വാങ്ക എന്നാണ് തത്സുഗിയെ വിളിക്കുന്നത്. അത് അങ്ങനെ വിളിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം നമുക്ക് ഓർമ്മയുണ്ടാകും ബൾഗേറിയൻ ബാബ വാങ്കയെ, അതായത് ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ച ബാബ വാങ്ക, ലോകമഹായുദ്ധം, ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെ മരണം, ഇതൊക്കെ ബാബ വാങ്ക പ്രവചിച്ചിരുന്നു. അങ്ങനെ ദുരന്തം പ്രവചിക്കുന്നതിലെ സാമ്യം, അതാണ് ജാപ്പനീസ് ബാബ വാങ്ക എന്ന് തത്സുഗിയെ വിളിക്കാനുള്ള കാരണം. ഇതിലിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വിമാനയാത്രകളൊക്കെ ഇങ്ങനെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജപ്പാൻ ഇതുവരെ ഈ നിമിഷം വരെ 33,000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ 30% ഇടിവാണ്. നോക്കൂ, ജപ്പാനിലേക്ക് ചില ഹോങ്കോങ് വിമാന കമ്പനികൾ ജപ്പാനിലേക്കുള്ള വിമാന സർവീസൊക്കെ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. അന്ധവിശ്വാസത്തിന് കൊടുക്കേണ്ടി വരുന്ന കോടികൾ ആണ് ജപ്പാൻ വില കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ
മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് നാളെ സംഭവിക്കുക എന്നുള്ളൊരു ആശങ്കയും ഭയവും ഒക്കെ ഉണ്ട്. പക്ഷേ ജപ്പാൻ ഉറപ്പിച്ചു പറയുന്നു ഇത് അന്ധവിശ്വാസമാണ്, ഇതിനൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ല എന്ന്.